അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രക്തശാലിയെ നവരെ കഞ്ഞി വയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് ആ ക്ലാസ്സിൽ 6 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. പക്ഷേ ബ്ലാക്ക് റൈസ് ആകുമ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 8 ഗ്ലാസ് വെള്ളം വെക്കണം. അത്രയും കഞ്ഞിപ്പശ കൂടുതലാണ്. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ളതാണ് ഈ രക്തശാലിയും നവരയും ബ്ലാക്ക് റൈസും. ഇത് 3ഉം മെഡിസിൻ റൈസാണ്. അത് ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ വളരെ കമ്മിയാണ്. അത് കമ്മിയാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈൽഡ് വളരെ കമ്മിയാണ്. അതായത് ഒരേക്കറിൽ 2 ടണ്ണും 3 ടണ്ണും മറ്റുള്ള നെല്ല് വിളയുന്ന സമയത്ത് ഇത് മറ്റേ നവര വന്നിട്ട് 500 കിലോനെ ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് റൈസ് ഒരു 600-650 കിലോ ഉണ്ടാവും. രക്തശാലി വന്നിട്ട് ഒരു 700-750 കിലോ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പാലക്കാടൻ മട്ട. പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40-45 കൊല്ലം 50 കൊല്ലം മുമ്പുള്ളതാണ്. തവളക്കണ്ണെന്ന് പറയും. അത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ 1-ാം വിളയ്ക്ക് പറ്റില്ല. ഈ പറയുന്ന സാധനങ്ങളൊന്നും 1-ാം വിളയ്ക്ക് പറ്റില്ല, 2-ാം വിളയ്ക്കേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിത്ത് വംശനാശം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1-ാം വിളയ്ക്ക് കൂടുതലിടുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രക്തശാലി പറയുന്നത് 100-110 ദിവസത്തെ മൂപ്പാണ്. ആ നെല്ല് 150 ദിവസം കഴിഞ്ഞാൽ നെല്ലിന് ഒരു കേടും ഉണ്ടാവില്ല, പക്ഷെ മുളയ്ക്കില്ല. 100 വിത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10-20 വിത്തേ മുളയ്ക്കുള്ളൂ. 150 ദിവസം കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല. അതേപോലെ തന്നെ കറുപ്പ് നവര, അത് 65 ദിവസമാണ് അതിൻ്റെ വിളവെടുപ്പ്. 65-70 ദിവസം. 100 ദിവസം കഴിഞ്ഞാൽ ഇത് മുളയ്ക്കില്ല, നെല്ലിന് കേടുണ്ടാവില്ല, മുളയ്ക്കില്ല. അതുപോലെ തന്നെയാണ് ഈ മറ്റേ ബ്ലാക്ക് റൈസും മറ്റേ തവളക്കണ്ണനും. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയുള്ള നെല്ലിന് ഇങ്ങനെയുള്ളൊരു പ്രയാസങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പിന്നെ ജൈവ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ രക്തശാലി നവര ബ്ലാക്ക് റൈസ് പാലക്കാടൻ മട്ട എന്നുള്ളത് നേരത്തെ ഞാൻ ഈ തുടക്കത്തിൽ എല്ലാ കൃഷിഭവനിലും ഈ രക്തശാലി എന്നുള്ള കേരളത്തിലേക്ക് ഇത്രയും അറിയപ്പെടാനുള്ള കാരണം തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ രക്തശാലി എന്നുള്ള പേര് തന്നെ കേരളത്തിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പല ആൾക്കാരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അരി മേടിക്കും. തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോലമന്നം ബ്ലോക്കിൽ 7 കൃഷിഭവനുണ്ട്. ഈ 7 കൃഷിഭവനിലും ഞാൻ അവിടെ കൊണ്ട് ഒട്ടിവയ്ക്കും. രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, പാലക്കാടൻ മട്ട, തവളക്കണ്ണം പറഞ്ഞിട്ട് വിലയും എഴുതി വയ്ക്കും. അന്ന് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. പ്രൊഫസർമാർക്കും അറിയില്ല, കൃഷി ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ല, കൃഷി ഓഫീസറിനും അറിയില്ല, ആർക്കും ഇത് അറിയില്ല.